വീട് പണിയുമ്പോഴും വാഹനം വാങ്ങുമ്പോഴും എന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ വല്ലാണ്ട് ദൂർത്ത് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കണത്. വീടുകളൊന്നും ചെറുതല്ലല്ലോ. ഇപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെയും തിരക്കേടില്ല. അവിടെ എറണാകുളത്തൊക്കെ വന്ന് കണ്ടാണ്ടില്ല. സങ്കടം തോന്നും നമുക്ക്. എന്റെ പള്ളിയുടെ പരിസരത്ത് ഇതിനു മുമ്പ് ഞാൻ ഇരുന്ന പള്ളിയുടെ അടുത്ത് ഒരാള് ഒരു വീട് പണിതിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുവോ? 47,000 സ്ക്വയർ ഫീറ്റ് ആണ് ആ വീട്. 47,000, 33 ബെഡ്റൂം. വെഞ്ചിരിപ്പിന്റെ ഫോട്ടോ കണ്ട് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് പറയാ. ആ വീടൊക്കെ അടിച്ചു തുടക്കണമെങ്കിൽ ഒരു ഭാര്യ ഒന്നും പോരാ. ഭയാനകം. ചില വീട്ടിലൊക്കെ ചെന്ന വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് അടുക്കളയിൽ ചെല്ലണമെങ്കിൽ പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഓട്ടോറിക്ഷ വിളിക്കണം. 20 രൂപ പോയിന്റാണ് വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് അടുക്കളയിൽ. ഇത് എന്ത് കാര്യം വരുത്താനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്റെ വീടിന്റെ അടുത്തൊരാളൊരു പെര പണിയുന്നുണ്ട്. നിങ്ങൾ ഞെട്ടരുത്. 23 കോടി ഇപ്പൊ കഴിഞ്ഞ്. എന്റെ പള്ളി പണിത് ആർക്കിടെക്റ്റാ. അതിന്റെ ആർക്കിടെക്ട് എനിക്കറിയാം എന്തോരം ചെലവായിരുന്നു. 23 കോടി കഴിഞ്ഞ് ആ വീടിന്. ആ വീടിന്റെ മുമ്പിൽ കൂടെ വണ്ടിയും കൊണ്ട് പോകുമ്പോ ഞാൻ 1 മിനിറ്റ് വണ്ടി നിർത്തി പ്രാർത്ഥിക്കും. കർത്താവിനോട് ഞാൻ ചോദിക്കും, തമ്പുരാനെ, ഇവന് കിടക്കാൻ നരകത്തിൽ നീ എന്തു പണിയും? ഈ മുതലിനെ കൊണ്ട് കിടത്തണല്ല. ഈ പാപത്തിനൊക്കെ എങ്ങനെ കർത്താവ് ശിക്ഷ കൊടുക്കും? എനിക്ക് മനസ്സിലാവണില്ല. വീട് പണിയുമ്പോഴും വാഹനം വാങ്ങുമ്പോഴും എന്തിന് മക്കൾക്ക് റൂൾ പെൻസിലും റബ്ബർ മേടിക്കുമ്പോ പോലും എന്തൊരു ധൂർത്ത നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോ. ഒന്ന് ചിന്തിച്ചു നോക്കിയ നിങ്ങള്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ എന്ത് ആർഭാടായിരുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന റബ്ബർ, ഒരു റബ്ബർ അപ്പം മേടിച്ച് തന്ന 2ആയിട്ട് മുറിക്കും. ആ വശം ഈ വശവും വെച്ച് ഒരച്ചൊരച്ച് അവസാനം റബ്ബർ കരിക്കട്ട പോലെ ഒരു സാധനമായിരുന്നു. റൂൾ പെൻസിൽ 2 തുമ്പും മിസൈലിന്റെ പോലെ ഇരിക്കണേ. ഏത് വശം വേണമെങ്കിലും നമുക്ക് വെച്ചെഴുതാം. നമ്മുടെ പുസ്തകക്കെട്ടിന്റെ വട്ടം കിടന്ന ലാസ്റ്റിക്കിന്റെ ആർഭാടത്തെ കുറിച്ച് അറിയാല. എന്തുമാത്രം ലാളിത്യത്തിലാ ജീവിച്ചത്. എന്നിട്ട് നമ്മളൊക്കെ ഇത്ര എത്തിയില്ലേ? ഇപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ റബ്ബർ മേടിക്കുമ്പോ ഏതപ്പനാ ഏതമ്മയാ ഒരു പാക്കറ്റായി ഒരു റബ്ബറായിട്ട് മേടിക്കണത്? ഒരു പാക്കറ്റല്ലേ മേടിക്കണേ? ഒരു റൂൾ പെൻസിലായിട്ട് ആരെങ്കിലും മേടിക്കുക? ഒരു പാക്കറ്റ് പെൻസിലല്ലേ മേടിക്കണേ? ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ആരെങ്കിലും മേടിക്കുകയോ? ഒരെണ്ണം പോയ വേറൊരെണ്ണം വേണമെന്നും പറഞ്ഞ് 2 എണ്ണല്ലേ മേടിക്കണത്? ഇത് തന്നെ അച്ഛൻ പറഞ്ഞത്. കളയാനുള്ളത് കർത്താവ് തന്നിട്ടില്ലെന്നും ഉള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും ചങ്കിനകത്ത് ബോധ്യമുള്ളവനെ സത്യവേദ പുസ്തകം വിളിക്കുന്ന പേരങ്ങനെ. ആത്മാവിൽ ദരിദ്രൻ, ദൈവത്തിന്റെ നിസ്വൻ. ചിന്തിച്ചു നോക്കണം. എങ്ങനെയാണ് നീ സമ്പാദിച്ചത്? എങ്ങനെയാണ് നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ് നീ ചെലവഴിക്കുന്നത്? നിന്റെ സമ്പത്ത് തലമുറകൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഈ 3 മേഖലയിലും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾക്ക് നീ പ്രായശ്ചിത്തം ചെയ്യണം. അർഹിക്കാത്തത് എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കാനുള്ള ഹൃദയ വിശാലത നീ ചോദിച്ചു വാങ്ങണം കർത്താവിനോട്. അച്ഛനാകാൻ 1 കൊല്ലം കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഡീക്കൻ ഷമ്മാശ പട്ടാണ് കിട്ടിയേക്കണത്. പിന്നത്തെ കൊല്ലം തിരുപ്പട്ടാണ്. ഇടവക പള്ളിയിൽ എന്തോ അത്യാവശ്യ പരിപാടി ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ല. ഓടിപ്പടഞ്ഞ് വീട്ടിൽ വന്നപ്പോ അമ്മ ചോറ് വിളമ്പിത്തന്നു. എന്റെ അമ്മയ്ക്ക് പല ദുസ്വഭാവങ്ങളുണ്ട്. വീട്ടിൽ ചോറ് തരണത്, ഞാൻ എന്റെ അനുഭവം പറയുന്നത് അഹങ്കാരമായിട്ട് കരുതരുതേ. ഇത് അനുഭവമായതുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ടും കുറെ കൂടി ആധികാരികമായതുകൊണ്ടും അച്ഛൻ പറയണതാണ്. വീട്ടിൽ ചോറ് തരണത് വലിയ സ്റ്റീൽ പാത്രത്തിലാണ്. ചോറ് അതിനുള്ളതൊന്നും തരില്ലമ്മ, കുറച്ച് തരുള്ളൂ. പക്ഷെ പാത്രത്തിനൊടുക്കത്തെ വലിപ്പ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്തിനെങ്ങനെ പശുവിന് വെള്ളം കൊടുക്കണോ അല്ലേ? ഇതിനു മാത്രം വലിയ പാത്രത്തിൽ ഭക്ഷണം തരണം. അന്ന് അതിനുള്ള കറി ഉണ്ടെങ്കിൽ കൊള്ളാം. ഇത് അത്യാവശ്യം 1-2 കാണും. ചോറ് പാത്രത്തിന്റെ ഒരു സൈഡിൽ കിടക്കും,
കാണുമ്പോഴൊരു ഭംഗിയില്ല. പക്ഷെ അമ്മ പറയും, ഇത് നിനക്ക് മാത്രമുള്ള പാത്രമാണ്. വിരുന്നുകാര് വന്ന നല്ല സ്റ്റാൻഡേർഡ് വിലപിടിപ്പുള്ള ലാവോപ്പാലയുടെ സൂപ്പർ മൈക്രോവേവ് സേഫ് പാത്രത്തിൽ അമ്മ ചോറ് വിളമ്പും. നമുക്കിങ്ങനെ പട്ടിക്ക് കൊടുക്കണ വയ്യ. എനിക്കത് കാണുമ്പോ പ്രാന്താണ്. എന്നാൽ അമ്മയുടെ മുമ്പിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്തത് കൊണ്ടും കിട്ടണത് തിന്നുപോയില്ലെങ്കിൽ പട്ടിണിയാവുന്ന ഉറപ്പുള്ളത് കൊണ്ടും നമ്മളിരുന്ന് തിന്നും. ഞാൻ ചുമരിനോട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അമ്മ വലിയ പാത്രത്തിൽ ചോറ് വിളമ്പണത് മറ്റൊന്നും കൊണ്ടല്ല, പുറത്ത് കളയാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്ന മക്കളൊക്കെ ശാലോ മാത്രം കാണണവരും ബൈബിള് മാത്രം വായിക്കുന്നവരുമായതുകൊണ്ട് ഇങ്ങനെയൊന്നും ആവാൻ തരമില്ല. ഞാൻ കണ്ടേക്കണ പിള്ളേർ അങ്ങനെയല്ല. കണ്ടില്ലേ, ഫോട്ടോ എടുക്കണ സാധാരണ പിള്ളേര് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്ത കണ്ടിട്ടില്ലേ? ഉപ്പുമാവ് അവനൊരു സാധനമില്ല മക്കളെ, ഉപ്പുമാ. ഇഷ്ടമാണത്? ഇഷ്ടമല്ലാന്ന് എനിക്ക് തോന്നണേ. ഇഡ്ഡലി ഇഷ്ടമാണോ? ഓണം പറയരുതിട്ടാ. ഇഡ്ഡലി ഇഷ്ടമാണോ? ആദ്യമായിട്ടാണ്. ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ ഇവറ്റ തിന്ന് എഴുന്നേറ്റ് പോകുമ്പോ കണ്ടണ്ട, ഉപ്പുമാവിലിട്ട ഉള്ളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, ഉലുവ, കടുക് ആദിയായതൊക്കെ മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിച്ച് പാത്രത്തിന്റെ പുറത്ത് പറക്കി വെച്ച് പൂക്കളിടും നമ്മുടെ മക്കൾ. അല്ലേ? അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ചോറ് തിന്ന് എഴുന്നേറ്റ് പോയാൽ പകുതിയിലധികം പുറത്താണ്. അമ്മ എങ്ങനെയാ പഠിപ്പിച്ചേക്കണേ? കരിമീൻ പൊള്ളിച്ചു കൊടുത്തിട്ട് അമ്മ പറയും, മോൻ നല്ലതൊക്കെ തിന്നോട്ടാ, മുള്ള് അമ്മ ചപ്പിക്കോളാം. മുള്ള് ചപ്പണ ഒരു ജീവി ഉണ്ടല്ലോ വീട്ടില്, അമ്മ. മുള്ള് ചപ്പണ പണിയാണ് അമ്മയ്ക്ക്. മുള്ളൊക്കെ അമ്മ ചപ്പും. പന്നിയിറച്ചി വെച്ചോട്ടില്ല, പുറത്തിറച്ചി വെച്ചു കൊടുക്കും. മോൻ ഉള്ളിറച്ചിയൊക്കെ തിന്നട്ടാ, തൊലിപ്പുറം അമ്മ തിന്നോളാം. വെറുതെ അല്ല ഈ ചക്കക്കുരു പോലെ ഇരിക്കുന്നതൊക്കെ ഈ വേസ്റ്റ് തീറ്റയാണ്. ഈ അടുത്ത കാലത്ത് എനിക്കത് മനസ്സിലായി. കാര്യം അമ്മ മുള്ളാണ് തിന്നണത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്. 5 കരിമീന്റെ മുള്ള് ചപ്പി കഴിയുമ്പോ അമ്മയുടെ വയറ്റിൽ മിനിമം 1 കിലോ മുൻപുണ്ട്. 1 കിലോ മീൻ അമ്മയുടെ അകത്താവണുണ്ട്. നമ്മൾ നോക്കുമ്പോ അമ്മ മുള്ളാണ് തിന്നണത്, ചപ്പണത്. പക്ഷേ തരക്കേടില്ലാണ്ട് അമ്മയ്ക്ക് ആരോഗ്യമൊക്കെ ഉണ്ട്. അങ്ങനെ മുള്ള് ചപ്പാൻ ഒരമ്മയുണ്ട്, വേസ്റ്റ് തിന്നാൻ അമ്മയുണ്ട്. ഭക്ഷണം വിളമ്പി വെച്ചാൽ പാത്രത്തിന്റെ ചുറ്റും ഭൂപടം വരയ്ക്കും, പൂക്കളിടും നമ്മുടെ മക്കള്. എന്റെ അമ്മയുടെ സ്ട്രിക്റ്റ് ഓർഡറാണ്, ചോറ് പുറത്ത് കളയാൻ പാടില്ല. അമ്മ എവിടെന്നാ കണ്ടുപിടിച്ചെന്ന് എനിക്കറിയില്ല. ഏത് ദൈവശാസ്ത്ര കോളേജിൽ അവള് പഠിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ അമ്മയുടെ കണ്ടുപിടുത്തം അതാണ്. ഒരു വറ്റ് ചോറ് പുറത്തു പോയാൽ 7 കൊല്ലം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണം. ആ കണക്ക് വെച്ച് നോക്കിയപ്പോ ഇവിടെ ഇരിക്കണവരൊക്കെ എന്ന് മോളിൽ പോകുമെന്ന് കണ്ടറിഞ്ഞാൽ മതി. ഒരു വറ്റിന് 7 കൊല്ലം വെച്ച് എന്തെങ്കിലും കയറാൻ പറ്റുമോ? അപ്പൊ ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്റെ ഈ പുറം കഴുത്തിന് ഒരു നല്ല അടി എനിക്ക് കിട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അമ്മയാണ്. ഞാൻ ഉടുപ്പിലാണ് ട്ടാ. അത് ചേട്ടൻ പറയണ പോലെ മുദ്രയിലാണ്, പൗരോഹിത്യ മുദ്രയിലാണ്. ഞാൻ ഉടുപ്പിലാണ്. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മ വന്ന് കുഞ്ചിക്ക് ഒറ്റ അടി എനിക്ക് തന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അമ്മയാണ്. ഞാൻ പറഞ്ഞു, എന്ത് പ്രാന്തായി കാണിക്കണേ, അച്ഛന്മാരെ തല്ലാൻ പാടില്ലെന്നറിയാൻ പാടില്ല. നമുക്കതല്ല ഒരു തുറുപ്പുള്ളത്. അമ്മ പറഞ്ഞു, വൃത്തികെട്ടവനെ, വൃത്തികേട് കാണിച്ച ഇനിയും തല്ലും. അമ്മ പറഞ്ഞു, അത് നീ അച്ഛനല്ല, മെത്രാനല്ല, മാർപ്പാപ്പി ആയാലും അടി ഉറപ്പാ. ഞാൻ ചോദിച്ചു, എന്തിനെന്നെ തല്ലിയത്? എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കളയാണ്ട് തിന്നണോന്ന്? അമ്മ അടിച്ച്. എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് കളയാതെ തിന്നണോന്ന്? അത് കഴിഞ്ഞിട്ടാണ് അമ്മയുടെ വചനം, കളയാനുള്ളത് കർത്താവ് തന്നിട്ടില്ല, നിർത്തിയില്ല അമ്മ. അവള് പിന്നെയും പറഞ്ഞ്, ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. 10 കൊല്ലം സെമിനാരി പഠിച്ചിട്ടും 700ഓളം പീരീഡ് ബൈബിള് പഠിച്ചിട്ടും ഈ വചനത്തിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നത് എന്നെ പ്രസവിച്ചവളാണ്.